മലയാള സിനിമയുടെ നടനായ മണിയൻ പിള്ള രാജു ചേരുന്നുണ്ട്. ശ്രീ മണിയൻ പിള്ള രാജു, നിങ്ങൾ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വിയോഗം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തുക്കളിൽ ഒരാളാണ് ഞാൻ. അപ്പൊ ഞങ്ങൾ തമ്മിൽ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. ഈ പറഞ്ഞ അദ്ദേഹം തിരക്കഥയെ ഒരുപാട് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത വെള്ളാനുള്ള നാട്, ഒരു നാൾ വരും മോഹൻലാൽ ചിത്രങ്ങളുടെ തിരക്കഥ പുള്ളിയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഒരാളിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ മാതിരി എന്ത് കാര്യത്തിലും ഒരു നർമ്മമുള്ളതും എന്നും വലിയ ഒരുപാട് പാഴ് വാക്കുകളോ പാഴ് ഡയലോഗുകളോ ഒന്നും പുള്ളി ഉപയോഗിക്കില്ല. പുള്ളിയുടെ സന്ദേശം തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടു നോക്കണം. വെള്ളാനുള്ള നാട് ഒരു 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 ആവശ്യമില്ലാത്തൊരു പ്രയോഗമോ പദപ്രയോഗമോ ഒന്നും ഉണ്ടാവില്ല. ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. മലയാളത്തിൽ 3 സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞാൽ ഞാനത് MT വാസുദേവനും P പത്മരാജനും പിന്നെ ശ്രീനിവാസനും 3 പേര് തന്നെയാണ്. അതിനുശേഷം ഉള്ളവരും ഉണ്ട്. പക്ഷെ ഇവര് 3 പേരെയും സ്ക്രിപ്റ്റ് പുതിയതായിട്ട് സംവിധാനവും തിരക്കഥയൊക്കെ എഴുതാൻ വരുന്നവർ വായിച്ച് പഠിക്കേണ്ടതാണ്. അതായത് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അധികം ദുഃഖമുണ്ട്. അങ്ങോട്ടും നമുക്കിപ്പോൾ ചേർന്നത് മണിയൻ പിള്ള രാജു ആണ്. മലയാള സിനിമയുടെ വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. 48 വർഷം നീണ്ടു നിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ ചിത്രങ്ങൾ ചെയ്തു വെച്ച ഒരു വലിയൊരു പ്രതിഭ തന്നെയാണ് ശ്രീനിവാസനും തന്നെ പറയണം. ഇന്ത്യൻ സിനിമയിൽ തന്നെയും വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗത്തിലൂടെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ചെയ്തു വെച്ച സിനിമകളെല്ലാം ഒന്നിലൊന്നിന് മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. മലയാളിയുടെ മനസ്സിലെല്ലാം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന കുറേ നല്ല നല്ല കഥാപാത്രങ്ങളാണ് അദ്ദേഹം നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറന്നു കാട്ടിയത്. അതുമാത്രമല്ല ഒരു യാഥാർത്ഥ്യ ജീവിതവും എന്താണ് നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതെന്നും അദ്ദേഹം തൻ്റെ തിരക്കഥയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല നർമ്മത്തിലൂടെ മലയാളികളെ ഓരോരുത്തരെയും എപ്പോഴും ചിരിപ്പിക്കാൻ മുന്നിൽ തന്നെയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം അഭിനയിച്ച ആദ്യ സിനിമ എന്ന് പറയുന്നത് മണിമുഴക്കമാണ്. ആദ്യ തിരക്കഥ തുടങ്ങുന്നത് ഓടരുതമ്മാവ ആളറിയാം എന്നൊരു ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് തിരക്കഥ എഴുതുന്നത്. ഈ മട്ടന്നൂർ പഴശ്ശിരാജ NS കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട്. യാതൊരുവിധ സിനിമാ ബന്ധങ്ങളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം സിനിമയിലോട്ട് വരുന്നത് തന്നെ. തലശ്ശേരിയിലെ പാട്യം എന്ന ദേശത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ജനനം. ഒരു സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാതെ സിനിമയിലേക്ക് കടന്നു വരുന്നു. നർമ്മത്തിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്നു. പിന്നീട് മലയാളികളെ നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമുക്കിപ്പം സംവിധായകൻ അമ്പിളി ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീനിവാസനെ പോലെ ഒരു മികച്ച ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നൊക്കെ നിലയിൽ എല്ലാ രീതിയിലും മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ഈ ഒരു വിയോഗം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശ്രീനിവാസൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ശ്രീനിവാസനെ കണ്ട ഒരു നിമിഷം പറയാതെ പറ്റില്ല. ഞാൻ ശ്രീനിയെ കാണുന്നത് ഏകദേശം ഒരു 70കളിലെ അവസാനമാണ്. അതായത് മദ്രാസിലെ ശ്രീനി ജെമിനി സ്റ്റുഡിയോന്റെ വെച്ചാണ് അദ്ദേഹം അന്ന് അവിടെ ചാൻസി വെച്ച് വന്നതാണ്. അവിടെ മലയാള പടങ്ങളൊക്കെ വർക്ക് നടക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി അഭിനയിക്കാനായിട്ടാണ് അവിടെ വരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ശ്രീനിയെ പരിചയപ്പെടുന്നത്. എന്നെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ അവിടെ വടപളനി മദ്രാസിൽ അവിടുത്തെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയുണ്ടായി. പക്ഷേ ശ്രീനിയുടെ വിയോഗം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത് ആ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ശ്രീനി ഒരു നല്ല സംവിധായകനോ അല്ലെങ്കിൽ നല്ല നടന് എന്നേക്കാളപ്പുറം എനിക്കിഷ്ടം ശ്രീനിയുടെ തിരക്കഥയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വടക്ക് നോക്കി യന്ത്രം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ സത്യനും അന്തിക്കാടും മറ്റേ ശ്രീനി ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടി. അതെല്ലാം വളരെ നല്ല വർക്കുകളായിരുന്നു. ശ്രീനി എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ ഒരു മലയാളാട്ടം ആ ചിത്രങ്ങളിലൊക്കെ പ്രതിഫലിച്ചിരുന്നു. പിന്നെ അദ്ദേഹം ചില സിനിമയിലെ അകത്ത് പുള്ളി വേറിട്ട ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ ഒരു കമ്പനി കൂടി നടക്കുന്ന ഒരു സ്വഭാവം ഒന്നും ശ്രീനിക്കില്ല. എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു സത്യനന്ദിക്കാട് ആയിരുന്നു. പിന്നെ ശ്രീനി ഞാനും തമ്മിൽ മാക്ടയുടെ ഒരു 2ആയി പിളരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീനി ഒരു ഭാഗത്തും ഞാൻ മറുപടി ട്രസ്റ്റുമായിരുന്നു. TV ചാനലൊക്കെ ഉണ്ടായിരുന്ന സംവാദങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ശ്രീനി
എന്നെ കുറിച്ച് ഉപയോഗിച്ചൊരു വാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഏത് അമ്പിളി ഏത് കുമ്പിളി എന്ന് പറഞ്ഞിട്ട്. അന്നത് പത്രങ്ങൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്ന ഒരു വിഷയമായിരുന്നു അത്. പക്ഷെ ഞാൻ അതിനെ പത്രക്കാരും ചാനലുകാരും അതിനെ കുറിച്ച് ചോദിച്ചു, ഇങ്ങനെ ശ്രീനി ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് പറഞ്ഞ മറുപടി, ശ്രീനിക്ക് അമ്പിളി എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ശ്രീനിക്കറിയാം, അത് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പക്ഷെ ഒരു പ്രത്യേക വികാരത്തിൽ ആ സന്ദർഭത്തിൽ ഏതോ ഒരു പത്രക്കാരൻ ചോദിച്ചതിന് ഒരു മറുപടി ആയിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. പക്ഷെ അത് എൻ്റെ മനസ്സിനെ ഒട്ടും വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ അതിനെ കുറിച്ചൊരു മറുപടിയും കൊടുത്തു അന്ന്. പിന്നീട് ഞാനും ശ്രീനിയും കണ്ടുമുട്ടുമ്പോഴൊന്നും അത്തരം വിഷയങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടത് വളരെ ഹൃദ്യമായ ഒരു ചിരിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടാറ്. അവസാനം കണ്ടത് കേരള വിഷന്റെ ഒരു പ്രോഗ്രാം വെച്ചിട്ട് എറണാകുളത്ത് നടക്കുമ്പോൾ അവിടെ വെച്ചിട്ടാണ്. ശ്രീനി സുഖമില്ലാതിരിക്കുന്നു, അദ്ദേഹം സ്റ്റേജിലേക്ക്. അപ്പൊ ഞാൻ സ്റ്റേജിലുണ്ട്, ഞാനൊരു സത്യനന്ദി കാർഡുണ്ട്. അപ്പോൾ ശ്രീനിയുടെ കൈ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സ്റ്റേജിലേക്ക് ഒരു സമയത്ത് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അമ്പിളി എന്ന് വിളിച്ചിട്ട് അദ്ദേഹം എനിക്ക് കൈ തന്നിട്ട് ശരി, സംവിധായകൻ അമ്പിളിയായിരുന്നു നമുക്കൊപ്പം ദുഃഖം പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ഒരു ഹൃദയവേദകരമായ ഒരു വാർത്തയാണിപ്പോൾ കേൾക്കുന്നത്. ശ്രീനിവാസൻ അന്തരിച്ചു എന്ന ഒരു വാർത്ത തന്നെയാണിപ്പോൾ വരുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഒരുപക്ഷെ വലിയൊരു വേദന തന്നെയാണ് മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസനാണ് അന്തരിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 48 വർഷത്തെ സിനിമാ ജീവിതവും അതിൽ 200-ലേറെ ചിത്രങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. സിനിമയിലെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ശ്രീനിവാസൻ എന്ന് തന്നെ പറയേണ്ടി വരും. തലശ്ശേരിയിൽ നിന്നും പാട്യം എന്ന പ്രദേശത്ത് ജനിച്ച അദ്ദേഹം സിനിമാ ബന്ധങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യങ്ങളിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഏറെക്കുറെ ഒഴിച്ചുകൂടാത്ത നാഴികക്കല്ലായിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ തന്നിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ടിപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് എടുത്തു പറയാനും മാത്രം നാടോടിക്കാറ്റും, തലയണ മന്ത്രവും, ഗോളാന്തര വാർത്ത, ചമ്പക്കുളം തച്ചൻ, വരവേൽപ്പ്, സന്ദേശം, ഉദയനാണ് താരം, മഴയത്തു മുൻപേ, അഴകിയ രാവൺ, ഇങ്ങനെ തുടങ്ങി വിരലിലെണ്ണാവുന്നതിലും അധികമാണ് അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ. ഈ ഒരു സിനിമകളിലൊക്കെ എടുത്തു നോക്കിയാൽ തന്നെയും നമുക്ക് അതിൽ ശ്രീനിവാസന്റെ കഥാപാത്രം എന്ന് പറയുമ്പോൾ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും. സന്ദേശം സിനിമയാണിപ്പോൾ ഈ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു സാഹചര്യത്തിൽ സന്ദേശം സിനിമയിലെ പല ഡയലോഗുകളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഒരു സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ ഡയലോഗുകളും മറ്റും നമുക്ക് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കാലയളവിന് ശേഷം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിന്നതും അദ്ദേഹത്തിന്റെ ഡയലോഗുകളായിരുന്നു. ഇത് മാത്രമല്ല, ഈ തലയണ മന്ത്രമായാലും ഈ അറബിക്കഥയാണെങ്കിലും പ്രവാസി ജീവിതം എന്താണെന്ന് നല്ല രീതിയിൽ വരച്ചു കാട്ടിയ ഒരു സിനിമ കൂടിയായിരുന്നു ഈ അറബിക്കഥ എന്ന് പറയുന്നത്. മാത്രമല്ല, രാഷ്ട്രീയവും അതിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമുക്കൊപ്പം നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത്. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇന്നും